നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരം നക്ഷത്രക്കാരുടെ 2026-2027 വർഷത്തെ വിഷു ഫലമാണ് പറയുന്നത്. സാധാരണയായിട്ട് വിഷുവിന് മുമ്പാണ് നമ്മൾ വിഷുഫലം പറയാറുള്ളത്. എന്നാൽ ഈ സമയത്ത് നമ്മളുടെ നിമിത്ത ഫലങ്ങൾ അത്ര നന്നായിരുന്നില്ല. നിമിത്ത ഫലങ്ങൾ നല്ലതല്ലാതെ വരുമ്പോൾ ഒരു ഫലപ്രവചനം അത് പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ് ഇത് താമസിച്ചത്. അപ്പോൾ ഇതുമൂലം ഈ പൂരം നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന ഒരു വർഷക്കാലം ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ പൂരം നക്ഷത്രക്കാരുടെ വിഷുഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൂരം നക്ഷത്രക്കാരുടെ ചില പ്രത്യേകതകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ പ്രത്യേകതകളൊക്കെ അറിയാവുന്നവര് സ്കിപ്പ് ചെയ്ത് ഫലത്തിലേക്ക് പോവുക. അതുപോലെ തന്നെ ഇതെല്ലാം പറയുന്ന ഈ ഫലം അടക്കം പറയുന്ന കാര്യങ്ങള് സ്ത്രീ പുരുഷ ഭേദമന്യാണ് പറയുന്നത്. ഇത് രണ്ട് കൂട്ടർക്കും ബാധകമാണ്. ഒരു പൂരം നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരാൾക്കും ഇത് ബാധകമാണ്. പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ കൂടുതലും സൗന്ദര്യമുള്ളവരും വളരെയധികം കീർത്തി വരുന്ന ആളുകളുമായിരിക്കും. നമ്മളുടെ സമൂഹത്തില് വളരെ മാന്യമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തുന്ന ആളുകളായിരിക്കും. ഒരു മേധാവിത്വമൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. അത്യാവശ്യം ഉയരമുള്ളവരായിട്ടാണ് ഇവരെ കാണുന്നത്. മറ്റുള്ളവരുടെ മനോഗതം എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇവർക്ക് എപ്പോഴും ഒരു ദുഃഖം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. വളരെയധികം അഭിമാനികളാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവര്. നിസ്വാർത്ഥ മനസ്സിനൊക്കെ ഉടമയായിരിക്കും ഈ പൂരം നക്ഷത്രക്കാര്. ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് ആരുടെയും മുന്നിൽ തല കുനിക്കുന്ന ഒരു സ്വഭാവമില്ല. നമ്മളുടെ സമയം ശരിയാകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പൂരം നക്ഷത്രക്കാർ. ആർഭാടരഹിതമായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവര് ആഗ്രഹിക്കുന്നത്. ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുവാനും അതില് താല്പര്യമുള്ളവരും വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുവാനായിട്ട് സദാ സന്നദ്ധരായിരിക്കുന്നവരുമൊക്കെയാണ് ഈ പൂരം നക്ഷത്രക്കാര്. ദാമ്പത്യ ജീവിതം ഇവർക്ക് ഐശ്വര്യപൂർണമാണെങ്കിലും ഉദ്ദേശിച്ച ആളെ ഇവർക്ക് വിവാഹം കഴിക്കാൻ കഴിയാതെ വരിക, പുനർവിവാഹം അല്ലെങ്കിൽ പങ്കാളിയുടെ വിയോഗം, ഇതൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ പൂരം നക്ഷത്രക്കാര്. അധിക ചിലവുകളില് ഇവര് വിഷമിക്കുന്ന ഒരു ആളുകളാണ്. അന്യരുടെ ആശയങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പെരുമാറാൻ കഴിയുകയും ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. ഈ പൂരം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവ രീതിയും ഫലങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഇനി വരുന്ന, അതായത് ഏപ്രിൽ 15 മുതൽ ഒരു വർഷത്തേക്ക് വരുന്ന ഫലങ്ങളാണ്. ഇത് 4ആയിട്ട് തിരിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഏപ്രിൽ 15 മുതൽ മെയ്, ജൂൺ ഇങ്ങനെയുള്ള 3 മാസങ്ങളിലെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ് പറയുന്നത്. ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ സമയത്തൊരു സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാകുന്നതാണ്. ശത്രുക്കളുടെ മേലൊക്കെ വിജയം കൈവരിക്കുന്നതാണ്. കുടുംബത്തില് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ശുഭകർമ്മങ്ങളൊക്കെ ഭവനത്തില് നടക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് വിവാഹം ആകാതിരുന്നവർക്ക് ഈ സമയത്തൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ വിവാഹമാകുന്നതാണ്. കർമ്മരംഗത്ത് പദവികളൊക്കെ വഹിക്കുന്നതാണ്. നിങ്ങൾ ഏത് തൊഴിലായിക്കോട്ടെ അതിന്റെ മേലധികാരികളിലേക്ക്, ഉന്നത തലങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. ബിസിനസ് ഒക്കെ വളരെയധികം മെച്ചപ്പെടുന്നതാണ്. സ്വയം തൊഴിലിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പറ്റിയൊരു സമയമാണ്. ഭവനമൊക്കെ വയ്ക്കാൻ പറ്റിയൊരു സമയമാണ്. ചെലവുകൾ കുറച്ചൊക്കെ വർദ്ധിക്കുന്നതാണ്. ഈ ജൂൺ മാസമൊക്കെ ആവുമ്പോഴേക്കും ചെറിയ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാതെ സമാധാനത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഈ സമയത്ത് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും അർപ്പിച്ച് മുന്നോട്ട് പോവുക. നല്ല ഒരു സമയമായിട്ടാണ് ഈ 3 മാസം കാണുന്നത്. അതിൽ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അടുത്തായിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ സന്താന ലാഭമൊക്കെ ഉണ്ടാകും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം ഭദ്രത വരുന്ന ഒരു സമയമാണ്.
നിങ്ങൾക്ക് വീണ്ടും പദവികളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ശത്രുക്കളെയൊക്കെ നിങ്ങൾ പരാജയപ്പെടുത്തുന്നതാണ്. പരസ്ത്രീ പുരുഷ ബന്ധത്തിലൊക്കെ ഈ സമയത്ത് താല്പര്യം ജനിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില അകാരണമായിട്ടുള്ള ഭയങ്ങൾ ഉണ്ടാവുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഭയം ഉണ്ടാകുകയും അത് അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാകുകയും മനസ്സിനെ അത് ബാധിക്കുകയും ചെയ്യുന്നതാണ്. ശാരീരികമായിട്ടൊക്കെയുള്ള ഒരു അലസതയൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഒരു അവശതയൊക്കെ വരുന്നുണ്ട്, മനസ്സ് വ്യാകുലപ്പെടുന്നതാണ്. നമ്മളുടെ കർമ്മപഥത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം നന്നായിട്ട് പോകുന്ന ഒരു ജീവിതത്തെ നമ്മളുടെ ചില മാറ്റങ്ങൾ കൊണ്ട് നമ്മൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ശിവ ഭഗവാനെ പ്രീതിപ്പെടുത്തുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ധനാഭിവൃദ്ധി നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാകുന്നതാണ്. ദാമ്പത്തിക ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ചില പെരുമാറ്റങ്ങളും രീതികളും ഒക്കെ കൊണ്ടാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില ബന്ധുക്കളൊക്കെ ഇതിന് കാരണമാകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളുടെ ഇടപെടലുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ കേസുകളും വഴക്കുകളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. വാഗ്വാദങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം. കുടുംബത്തില് ചില ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങളുടെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങളാണ്. നമ്മൾക്ക് രണ്ട് വിധികളുണ്ട്. ഒന്ന് നമ്മൾ വരുത്തി വയ്ക്കുന്ന വിധിയും, ഒന്ന് നമ്മളുടെ ജാതകത്തിലുള്ള വിധിയും. ജാതകത്തിലുള്ള വിധി നമ്മൾക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല. അതിനെ പ്രാർത്ഥന കൊണ്ടും മറ്റു രീതിയിലും നമുക്ക് അതിന്റെ കാഠിന്യം കുറയ്ക്കാം എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ വരുത്തി വയ്ക്കുന്ന വിധികള് അത് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ ഈ വർഷം 2026 അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന 6 മാസം വളരെ നല്ലതാണ്. ഈ 9 മാസവും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്ന മാസങ്ങളാണ്. എന്നാൽ മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിവപ്രീതി വേണ്ട ഒരു സമയമാണ്. ഇനി 2027 കടക്കുമ്പോൾ ഈ പൂരം നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നോക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ചിലേക്ക് എത്തുമ്പോൾ സ്വന്തം ഭവനത്തിൽ നിന്നൊക്കെ വിട്ടു പിരിഞ്ഞ് കഴിയേണ്ട ഒരു സാഹചര്യം ഒക്കെ വരുന്നുണ്ട്. ബിസിനസ് പരമായിട്ടുള്ള യാത്രകളൊക്കെ ഒരുപാട് വേണ്ടി വരുന്നുണ്ട്. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. നിങ്ങൾ മുടങ്ങിക്കിടന്നിരുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ പുനരാരംഭിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ ഈ ബന്ധുമിത്രാദികളുടെ ശല്യം നിങ്ങൾക്ക് കൂടുന്നുണ്ട്. ചെറിയൊരു ശത്രുശല്യം ഒക്കെ വരുന്നുണ്ട്. വാഗ്വാദങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടു നിൽക്കേണ്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾ വലിയ തർക്കങ്ങൾക്കൊന്നും പോകരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് പോവുക. നിഗൂഢ ശാസ്ത്രത്തിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ജനിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിലൂടെ നിങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കാനും സാധ്യതയുണ്ട്. അത് പക്ഷേങ്കിൽ ശാശ്വതമായിട്ടുള്ള ഒരു നേട്ടമായിരിക്കില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊക്കെ ചെറിയ രീതിയിൽ മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ വാസമൊക്കെ പറയുന്നുണ്ട്. ഒരു ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. മനസ്സിൽ ചെറിയ ചെറിയ വിഷമതകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. നിങ്ങൾ 2027 തുടക്കം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങളാണെങ്കിലും മാനസികപരമായിട്ടും മറ്റ് രീതിയിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ പൂരം നക്ഷത്രക്കാര് ഒരു കാര്യം ചെയ്യുക. ഈ വരുന്ന 6 മാസം കൃത്യമായിട്ട് നിങ്ങളുടെ തൊഴിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് പോകാതെ വരുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കുകയാണെങ്കിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തരണം ചെയ്ത് വിടാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ പൂരം നക്ഷത്രക്കാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.